അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അറബിക് ഡിഷാണ് മക്ബൂത്ത്. ചിക്കൻ മക്ബൂത്താണ്. അത് ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങളാണിത്. 250 മല്ലിയില ജാറിലേക്ക് ഇടാം. ജാറിലേക്ക് ഇട്ട ശേഷം 5 പച്ചമുളക് ഇടാം. 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് വെള്ളവും ഒഴിക്കാം. ഇത് നല്ല പേസ്റ്റ്. ഇതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. രണ്ട് പാട്ട വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇടാം. കഴുകി വെച്ച് ചിക്കൻ ഇടാം. ചിക്കൻ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം റൗണ്ടായി കട്ട് ചെയ്തെടുക്കണം. നമ്മളുടെ ചിക്കൻ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കുക. ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം കോരി എടുക്കാം നമുക്ക് ചിക്കൻ. ഞാനിവിടെ കോരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം നമുക്ക് അരിപ്പയിലൂടെ അരച്ചെടുക്കാം. വെള്ളം അതും രണ്ടും മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രം എടുക്കാം. അതിലേക്ക് 200 ഗ്രാം നെയ്യ് ഒഴിക്കാം. അതിലേക്ക് 1.5 സ്പൂൺ RKG ഒഴിക്കാം. ജീരകം, ചെറിയ ജീരകം ഇടാം 1/2 സ്പൂൺ. 1 സ്പൂൺ മഞ്ഞൾ ഇടാം. അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാൻ. കുറച്ച് ഉപ്പും ഇടാം ആവശ്യത്തിന്. നമ്മൾ കട്ട് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം അതിൽ ഇട്ട് കൊടുക്കാം ലെയറായിട്ട്. ആദ്യം ഉരുളക്കിഴങ്ങ് ഇടാം, പിന്നെ ഒനിയൻ ഇടാം, പിന്നെ ക്യാപ്സിക്കം ഇടാം റൗണ്ടായിട്ട് കട്ട് ചെയ്തത്. ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അടച്ചു വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. ഇനി അത് നമുക്ക് കോരി മാറ്റാം. മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആ പൾപ്പ് നമ്മൾ ആദ്യം മാറ്റി വെച്ച പൾപ്പിലേക്കാണ് കോരി മാറ്റേണ്ടത്. നമ്മൾ വെജിറ്റബിൾസ് വേവിച്ച അതേ നെയ്യിൽ തന്നെ നമ്മൾ ആദ്യം മാറ്റി വെച്ച വെള്ളം 3.5 പാട്ട വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. 2 പാട്ട അരിക്ക്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. വെള്ളം തിളച്ച് വന്നാൽ കഴുകി വെച്ച അരി ഇടാം. ഞാൻ 2 പാട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. അരി ഇട്ട ശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ ചോറ് ഇവിടെ നന്നായിട്ടായി വന്നിട്ടുണ്ട്. അത് ഗ്രീൻ കളറാണ് ഉണ്ടാകാൻ. ക്യാമറേൻ്റെ പ്രോബ്ലം കൊണ്ടായിരിക്കാം ആവാത്തത്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് 4 സ്പൂൺ സോസ് ചേർക്കാം. ചിക്കനിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് ചേർക്കാം. ഇനി ഓയിൽ ഒഴിച്ചിട്ട് നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനും നമുക്കിതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച
വെച്ച ആ മസാലയിലേക്കും പൾപ്പിലേക്കും ഈ ചിക്കൻ ഇട്ടിട്ടൊന്ന് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് 1 സ്പൂൺ സോസും കൂടി ഒഴിക്കാം. നമ്മൾ ആക്കി വെക്കാൻ പോകുന്ന മസാലയിലേക്ക് നമ്മുടെ മസാല ഇവിടെ ആയി വന്നിട്ടുണ്ട്. നല്ല ഗ്രീൻ കളറായിരിക്കും മസാല ഉണ്ടാവാൻ. നിങ്ങളിത് തീർച്ചയായും ഉണ്ടാക്കി വെക്കാൻ, എന്തായാലും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.